അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ എപ്പിസോഡ് മഹാകവി അവസാനിപ്പിച്ചത് ജേഹത്തിൻ കലകിപ്പാൻ തന്നെ ഭാരൈ ഒത്തതിനാലുത്തരവീൻ. അബൂജഹൽ മക്കയിലുള്ള തലമൂപ്പന്മാരായ ഖുറൈശികളെയും കൂട്ടി നമ്മോട് പൊരുതി ജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീരുമാനിച്ച് ഉറപ്പിച്ചൊരു തീരുമാനം അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ എന്ത് മറുപടി പറയുന്നു എന്നതാണ് അടുത്ത ഇശലിൽ മഹാകവി വിശദീകരിക്കുന്നത്. ഉരത്താറ് സഹാബാക്കൾ മഖ്ലൂഖാത്തടങ്കലിലും ഉടയോൻ റഹ്മത്തായി ഇറക്കിയ റസൂലുള്ളാവേ, വരുന്നേ സമയത്തിൽ ഇകൽക്കോർമ്മ അണുവുമില്ല, ബനികൾ സൗജാത്തും പഇൻറോരിൽ വസിയത്തില്ല. ഉരത്താർ സഹാബാക്കൾ മഖ്ലൂഖാത്തടങ്കിലും, ഉരത്താർ പറഞ്ഞു സഹാബാക്കൾ പറഞ്ഞു മഖ്ലൂഖാത്ത് അടങ്കലിലും ഉടയോൻ റഹ്മത്തായി ഇറക്കിയ റസൂലുള്ളാവേ, സർവ്വലോകർക്കും റഹ്മത്തായി ഇറക്കിയ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വരുന്നേ സമയത്തിൽ ഇകൽക്കോർമ്മ അണുവുമില്ല, ബനികൾ സൗജാത്തും പഇൻറോറിൽ വസിയത്തില്ല. വരുന്ന സമയത്തിൽ, നമ്മൾ മദീനയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇകൽക്കോർമ്മ അണുവുമില്ല, നമ്മൾ അവരോട് പൊരുതുക എന്ന ഒരു ഉദ്ദേശം അണുവും തീരെ തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ബനികൾ സൗജാത്തും പഇൻറോറിൽ വസിയത്തില്ല, ബനികൾ നമ്മുടെ മക്കളിലും അതുപോലെ തന്നെ സൗജാത്ത് നമ്മുടെ ഭാര്യമാരിലും പൈൻറോറിൽ നമ്മുടെ പാരൻസിനോടും ഒരു വസിയത്തൊന്നും പറയാതെ ആണല്ലോ നമ്മൾ വന്നത്. മാത്രമല്ല പൊരുതും സുറൂഉം ബെൽറിമാഹുകൾ അണിന്തതില്ല, പുരവി ബിനാകൾക്കുള്ളകുപ്പൊന്നും കരുതിയില്ല, തിരക്കി ഖുറൈശിന്ന് നെടിൽ മാലും പറിപ്പാനല്ലോ, ജനാതിറംന മുക്കവർ മാൽകൾ എടുപ്പതല്ലോ. പൊരുതും സുറൂഉകൾ, നമ്മൾ പൊരുതുന്ന അവരോട് പൊരുതാൻ വേണ്ടിയുള്ള സുറൂഉകൾ, ആയുധങ്ങൾ, അതുപോലെ തന്നെ പടയങ്കികൾ, വേല്, യുദ്ധായുധങ്ങൾ, റിമാഹുകൾ, കുന്തങ്ങൾ അണിന്തില്ല, നമ്മളൊന്നും കരുതിയിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. പുരവി, കുതിരകൾ, ബിനാകൾക്കുള്ള വകുപ്പൊന്നും, അവരോട് വിന ചെയ്യാനുള്ള, അവരോട് പൊരുതുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പൊന്നും നമ്മൾ കരുതിയില്ല. അതുകൊണ്ട് നമ്മൾ വന്നത് എന്തിനാ? തിരക്കി ഖുറൈശിന്ന് നെടിൽമാനും പറിപ്പാനല്ലോ, ഖുറൈശികളെ തേടി കണ്ടുപിടിച്ച് അവരിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ട നെടിലും ഒട്ടകങ്ങളും മുതലും നമ്മൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയല്ലോ. ജഅന നമ്മൾ വന്നത്, തിറംന മുക്കവർമാലുകൾ എടുപ്പതല്ലോ, അതുകൊണ്ട് തിറം ഭംഗി, നമ്മുടെ ഭംഗി നമുക്ക് നല്ലത്, അവർ മാലുകൾ എടുപ്പതല്ലോ, അവരുടെ മുതലെടുത്ത് പോകലല്ലേ എന്ന് സഹാബാക്കളിൽ ചിലർ വീണ്ടും അഭിപ്രായം പറഞ്ഞു. എൻ്റെ മൊളിക്കാറ്റൽ തീരുമാനം ഹുസ്നായതാൽ, ഇരേൽ തിറം ബട്ട വദന മങ്കി നിറം പകർന്നതാർ, വിണ്ടിൽ രസം തുറ്റി പിണിക്ക് കാലിറക്കി കൊടുത്തേ, ബീരക്കരു സിദ്ധി കുരത്തപ്പോൾ ഹബീബുള്ളാവേ, ഇണ്ട് നമൈകളെ ഉമൈ കൊണ്ടു ഉളർവിൻ വേഗം, ഇകലാൽ റലീന നിർ അമർ ചെയ്യും പടി പോലൊക്ക. എൻ്റെ മൊളിക്ക് നമ്മളങ്ങനെ വന്നതാണല്ലോ, നമ്മളവരെ മുതലെടുത്ത് പോവാമെന്ന് പറഞ്ഞപ്പോൾ അവരാണെങ്കിൽ നമ്മളെ യുദ്ധം ചെയ്ത് വിജയക്കൊടി പാറിപ്പിച്ചേ പോകൂ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അബൂജഹൽ വന്നിട്ടുള്ളത്. എൻ്റെ മൊളിക്കാറ്റൽ തിരുമനം ഹുസ്നായതാൽ, അവരുടെ ആ മൊഴി കേട്ട് ആറ്റൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമനം ഹുസ്നായതാൽ, ഏറ്റവും ദുഃഖമായതാൽ, ഈരേൽ തിറമ്പ്, ഈരേള് 27 14-ാം രാത്രിയുടെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന തിറം, ആ മുഖത്തിന് ഭംഗിക്ക്, വട്ടമുള്ള ആ മുഖത്തിന് മങ്ങി നിറം പകർന്നതാൽ, ആ വട്ടമുഖത്തിൻ്റെ
നിറം മങ്ങി, അതിൻ്റെ പകർച്ചയുണ്ടായി. ഇത് കണ്ടപ്പോൾ ബിണ്ടിൽ രസം തൊറ്റ് ഫിണിക്ക് കാലിര കൊടുത്തെ ബീരക്കരു സിദ്ധി കുരത്തപ്പോൾ ഹബീബുള്ളാവേ. വിണ്ടിൽ സ്വർഗത്തോടുള്ള അതിയായ ആ രസം കൊണ്ട്, വിണ്ടിൽ രസം തൊറ്റ് ആ സ്വർഗത്തിനോടുള്ള രസം കൊണ്ട് കാല് ഫിണിക്ക് കാല്, ഫിണി എന്ന് പറഞ്ഞാൽ സർപ്പത്തിനിക്ക് കാല് ഇര കൊടുത്ത, കാല് ഇരയായി ഭക്ഷണമായി കൊടുത്ത ബീരക്കരു സിദ്ദീഖ്, ധീരരായ വിശ്വാസിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉരത്തപ്പോൾ ഹബീബുള്ളാവേ, അപ്പോൾ പറഞ്ഞു ഹബീബുള്ളാവേ, ഇൻ്റെ നബൈകളെ ഉമൈകൊണ്ട് ഉളർവീൻ വേഗം ഉണ്ട്. ഇപ്പോൾ നബൈകളെ നമ്മളെ കൊണ്ട് ഉമൈ അങ്ങ് കൊണ്ടുളർവീൻ വേഗം, ഞങ്ങളോട് നിങ്ങൾ പ്രഖ്യാപിക്കുവീൻ, പറയുവീൻ. ഇകലാൽ റലീന നീർ അമർ ചെയ്യും പടി പോലൊക്കാൽ, ഞങ്ങൾ റലീന തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീർ അങ്ങ് അമർ ചെയ്യും, അങ്ങ് കൽപ്പിക്കുന്ന പടി പോലൊക്കെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയൂ. കണ്ടൻ ചൂടർ കണ്ടിട്ട് ഇളം ചോടി ഭയപ്പെട്ടുള്ളേ കലക പുലി വാറുക്കി ശംബിയ സഫിയുള്ളാവേ. കണ്ടൻ ചുടർ, ദേഷ്യത്തോടുള്ള സമയത്ത് അതിൻ്റെ ചുടർ, ആ തീജാല കണ്ടിട്ട് കണ്ടൻ ചുടർ, ദേഷ്യപ്പെടുന്ന സമയത്തുള്ള ചുടർ, അതിൻ്റെ ചൂട്, അതിൻ്റെ തീജാല കണ്ടിട്ട് ഇളം ചോടി ഭയപ്പെട്ടുള്ള, ഉദയസൂര്യൻ പോലും ഭയപ്പെടുന്ന ആ തരത്തിലുള്ള ദേഷ്യം വരുന്ന കലകപ്പുലി, പോരടിക്കുന്ന പുലിക്കുട്ടിയായ ഫാറൂഖ് ഇഷംബി യാ സഫിയുള്ളാവേ, ഉമർ ഫാറൂഖ് പറഞ്ഞു, യാ സഫിയുള്ളാവേ, ബഹുമാമുതൽ കൊണ്ടിട്ടവഷ്കിത്തോറമൈകളല്ല വേഗം മെമതൈ കൊണ്ടളുർവീൻ പോർ കുറേശ്ശെ കൊള്ള. ബഹുമാ മുതൽ കൊണ്ട്, വലിയ മുതൽ കൊണ്ടിട്ട് അവഷ്കിത്തോർ എമൈകളല്ല, ആവശ്യമുള്ള ഞങ്ങളല്ല, ഞങ്ങൾക്ക് അങ്ങനെ മുതലിൻ്റെയോ ഒന്നും ആവശ്യമില്ല നബിയെ. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആളാണെങ്കിൽ, ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തങ്ങളെ കൂടെ വരില്ലായിരുന്നല്ലോ. വേഗം എമതൈ കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഉളർവീൻ, ഞങ്ങളോട് സ്പീഡ് ധൃതിയാക്കുക. പോർ കുറേശ്ശെ കൊള്ള, കുറേശികൾ എവിടെയാണോ നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആ സ്ഥലം കൊള്ള ഞങ്ങളെ കൊണ്ട് പോകൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ, ജിഹമുത്തനും മുണ്ടാമറത്തുരൈ അസ്ഹാബി നീർ ചിത്തം മുറപ്പാലെ വെളിച്ചമായി മൊളിവീനെല്ലാം. ജിഹമുത്ത്, വിജയത്തിൻ്റെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ഉരൈ പറഞ്ഞു, സഹാബിമാരെ, നീർ ചിത്തം ഉറപ്പാലെ വെളിച്ചമായി മൊളിവീനല്ല, നിങ്ങൾ കൽബുറപ്പിച്ചുകൊണ്ട് എല്ലാം ആലോചന നടത്തിക്കൊണ്ട് വെളിച്ചമായുള്ള സ്പഷ്ടമായി മൊളിവീൻ പറയൂ എല്ലാ കാര്യങ്ങളും. എന്നിട്ടൊരു കാര്യം കൂടി തങ്ങൾ പറഞ്ഞു കൊടുത്തു. ബഹ്റിൻ കരക്കൊരു തരീക്കൂടെ അബൂ സുഫിയാൻ മറ്റും ബഇർകളും നമുക്കിന്ന് ഫൗതായിപ്പോയി. ജഹലും തലമൂപ്പർ അടങ്കലും അണുന്തിലൈന ജാഊ അവർകള ഭയം മുങ്കൾ കുളമീലുണ്ടോ പകയർ അസാറെങ്കിലഹും മുങ്കൾ മെആത്താ പോതും പടയിൽ അതല്ല കസീരിലും കലീലിലിപ്പോൾ. ബഹ്റിൻ കരക്ക് ഒരു തരീക്കൂടെ, കടലിൻ്റെ ഒരു കരയിലുള്ള ഒരു വഴിയിലൂടെ, ഊടുവഴിയിലൂടെ തരീക്കൂടെ അബൂ സുഫിയാനും മറ്റും ബഹീറുകളും ഒട്ടകസംഘവും നമുക്കിന്ന് ഫൗത്തായി, നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ കണ്ടുമുട്ടാനും നമുക്ക് അവകാശപ്പെട്ടത് വാങ്ങാനുമാണ് നമ്മൾ വന്നത്. എങ്കിലും ബഹ്റിൻ്റെ കടയിലൂടെ ഒരു ഊടുവഴിയിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അതിനാൽ അത് നമുക്ക് ഫൗത്തായിട്ടുണ്ട്. ജഹലും തലമുപ്പാർ അടങ്കലും അണുന്തിയിലൈന. ജഹലും തലമുപ്പറും, അബൂജഹലും വലിയ വലിയ നേതാക്കന്മാരും, അടങ്കലും മുഴുവനും അണുന്തിലൈന നമ്മളിലേക്ക് വന്നിരിക്കുന്നു.
നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവർ വന്നിരിക്കുന്നു, അവർകളാ ഭയം ഉങ്ങൾക്കുളമീലുണ്ടോ, അവരെ ഭയം നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള പേടിയുണ്ടോ എന്ന് നബി തങ്ങൾ അവരോട് ചോദിക്കുകയാണ്. പകയർ അസാറെങ്കിൽ ലഹും ഉങ്ങൾ മിഅത്താൾ പോതും. പകയർ ആ ശത്രുക്കൾ അസാറെങ്കിൽ 1000 ഉണ്ടെങ്കിലും ലഹും ഉങ്ങൾ മിഅത്താൾ പോതും, നമ്മൾ 100 ആൾ മതി അവർക്ക്. അവരോട് കിടപിടിക്കാൻ അവർ 1000-ന് നമ്മൾ 100 ആൾ മതിയെന്ന് തങ്ങൾ ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. പടയിലാതല്ല കസീറിയിലും കലീലിപ്പോൾ പടയിൽ എണ്ണം പെരുപ്പമുള്ളത് കൊണ്ടല്ല, കസീറിലും കലീലും അധികമാണോ കുറച്ചാണോ എന്നുള്ള ആ കണക്കിലെല്ലാം, ഇകലിൽ പരീകളും അലാത്തെല്ലാം അവർക്കുണ്ടെങ്കിൽ യുദ്ധത്തിൽ അവർക്ക് യുദ്ധത്തിൽ ഫരികളും കുതിരകളും ആലാത്ത് ആയുധങ്ങളെല്ലാം അവർക്കുണ്ടെങ്കിൽ ഇറയോൻ തനൈ കാവൽ നസീറെല്ലാം ഉമൈകൾക്കല്ലോ. അള്ളാഹുവിൻ്റെ തനൈ ഇറയോൻ, അള്ളാഹുവിൻ്റെ തനൈ കാവൽ, അവൻ്റെ കാവൽ, യഥാർത്ഥ കാവൽ, നസർ സഹായമെല്ലാം ഉമൈകൾക്കല്ലോ, നിങ്ങൾക്കാണല്ലോ സഹാബാരെ. അതുകൊണ്ട് സകലോറുമൈക്കുള്ള നിനവെല്ലാം ഒരു മനം പോൽ തരമിൽ മൊഴി വീനണ്ടൊളി വെറുപായരുൾ ചെയ്തപ്പോൾ. സകലോർ ഉമൈക്കുള്ള നിനവെല്ലാം ഒരു മനം പോലെ, എല്ലാവരും സകലോറുമൈക്കുള്ള നിനവെല്ലാം ഒരു മനം പോൽ, നിങ്ങൾക്കുള്ള എല്ലാ നിലവുകളും എല്ലാ കാര്യങ്ങളും ഒരു മനം പോലെ, ഒരു മനസ്സ് പോലെ ആലോചിച്ച് തീരുമാനിച്ച് തരം പോലെ സാവധാനത്തിൽ മൊളിവിൻ പറയുക ഉണ്ട് എന്ന് ഒളിവർ നൂറായ പ്രകാശപൂരിതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈറൽ ചെയ്തപ്പോൾ ബഹുപേരൻസാർകൾ തലവന്മാർ ഉറപ്പൈ കേൾപ്പാൻ വേണ്ടി തന്നെ ആകും കരുത്തതിൻ സബബറിവീൻ. ബഹുപേർ അൻസാറുകൾ, ഇപ്പോൾ പറഞ്ഞതൊക്കെ മുഹാജിറുകളാണ്. ഇത് കൂട്ടത്തിൽ കൂടുതൽ ആളുകളും ഉള്ളത് അൻസാറുകൾ, തലവന്മാർ ഉറപ്പൈ കേൾപ്പാൻ, അൻസാരികളുടെ നേതാക്കളെ ഉറപ്പ് കേൾക്കാൻ വേണ്ടി തന്നെയാകും കരുത്തതിൽ. ഈ ചോദിച്ചതിന് സബബറിവീൻ, ഈ ചോദിച്ചതിൻ്റെ കാരണം അവരുടെ നേതാക്കന്മാരുടെ അറിവ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ അൻസാരികളുടെ ഉറപ്പ് കേട്ടാൻ വേണ്ടി ഒരു കാരണമുണ്ട്. അത് എന്താണ് എന്നാണ് അടുത്ത ഇശലിൽ മഹാകവി നമ്മോട് വിശദീകരിക്കുന്നത്.